ദൈവമഹത്വത്തിലേക്ക് സ്വാഗതം. IMS ധ്യാന ഭവനത്തിൽ നിന്നും സ്നേഹാശംസകൾ നിങ്ങൾക്ക് നേരുന്നു. ശാസ്ത്രലോകത്തിന് ഒരിക്കലും മറക്കുവാനാവാത്ത ഒരു വ്യക്തിയാണ് എഡിസൺ തോമസ് ആൽവ. തൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിനമാണ് 1914 ഡിസംബർ 9 അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള പ്രശസ്തമായ എഡിസൺ ഇൻഡസ്ട്രീസ് കത്തിച്ചാമ്പലായത് അന്നായിരുന്നു. എഡിസന് അന്ന് 67 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ആ കാലം വരെ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും സമ്പാദ്യങ്ങളും കഠിനാധ്വാന ഫലങ്ങളുമെല്ലാം കത്തി നശിക്കുകയാണ് ചെയ്തത്. ഈ സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. പിറ്റേ ദിവസം തൻ്റെ സ്വപ്നങ്ങളുടെ ചാരക്കൂമ്പാരത്തിലൂടെ നടക്കുമ്പോൾ തികഞ്ഞ ഈശ്വര വിശ്വാസിയായ എഡിസൺ തൻ്റെ പുത്രനോട് പറഞ്ഞു, ഈ ദുരന്തത്തിന് വലിയൊരു മൂല്യമുണ്ട്. നമ്മുടെ കുറവുകളെല്ലാം കത്തിച്ചാമ്പലായി. ഇനി പുതുതായി തുടങ്ങുവാൻ നമുക്ക് അവസരം ദൈവമായ കർത്താവ് നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയാം. ഒട്ടും നിരാശപ്പെടാതെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, 3 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഫോണോഗ്രാഫ് ലോകത്തിന് നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വലിയൊരു അനുഗ്രഹം ലോകത്തിലേക്ക് കടന്നു വന്നു. നാം ബലഹീനരും ദുഃഖപൂരിതരുമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ആ സമയത്താണ്. പൗലോസ് ശ്ലീഹായെ ശല്യപ്പെടുത്തിയിരുന്ന ഒരു മുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ മുള്ള മാറുവാനായി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അരുൾ ചെയ്തു. 2 കൊറിന്തോസ് 12 അധ്യായം 9 തിരുവചനം, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. നമ്മുടെ ശക്തിയോടൊപ്പം ദൈവത്തിൻ്റെ ശക്തി കൂടി ചേരുമ്പോൾ ദൗർഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളായി മാറും. ജീവിത ദുഃഖങ്ങളെ നേരിടേണ്ടത് എങ്ങനെയെന്ന് ഒരു ദൈവശാസ്ത്രജ്ഞൻ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ജീവിത ദുഃഖങ്ങളെ വിജയപൂർവ്വം നേരിടാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ. 2 കൈകളോടൊപ്പം ദൈവത്തിൻ്റെ 2 കൈകളും വയ്ക്കുക. 2 പകരം 4 കൈകൾ. ഈ 4 കൈകൾ ഒരുമിച്ച് ഏത് പ്രതിസന്ധിയെയും മറികടക്കുവാനായിട്ട് സാധിക്കും. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ എന്ത് ചെയ്യണം എന്ന് ദൈവം പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 32 അധ്യായം 18 തിരുവചനത്തിൽ, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ എൻ്റെ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. കർത്താവിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവിടുത്തെ കരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ സുരക്ഷിതരായി ജീവിക്കും. ദൈവിക ശാന്തിയും സമാധാനവും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഏത് കൂരിരുട്ടിലും മിന്നാമിനുങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നു, കാരണം അതിൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട്. അതുപോലെ ലോകത്തിൻ്റെ പ്രകാശമാകുന്ന കർത്താവായ ഈശോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രകാശത്താൽ നിറയുന്നവരായി മാറുകയാണ്. ഫിലിപ്പിയാക്കാർക്ക് എഴുതിക്കൊണ്ട് 4 അധ്യായത്തിൽ 13 തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് നമ്മളോട് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. കർത്താവായ ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാം. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. അതിനായിട്ടുള്ള കൃപാവരങ്ങളെല്ലാം ഈ നിമിഷത്തിൽ കർത്താവായ ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. IMS അമ്മയുടെ അനുഗ്രഹം
നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധമായിട്ട് ഒഴുകട്ടെ. ആമേൻ.